എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാജിക് ഫ്രെയിംസിൻ്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ജിസിനെ പണ്ടുപോലെ അറിയാം, എങ്കിലും ഈ കോൾ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്ക് തോന്നുന്നു ബിൻഡോയും ഷാരിസും ജോൺസേട്ടനുണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞതുകൊണ്ട് ലിസ്റ്റും പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ വരികയും ചെയ്തു. അല്ലെങ്കിൽ ഭയങ്കര അഭിമാനമുണ്ട്. കാരണം അതിനുശേഷം ഇപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചു, ബിജുവിൻ്റെ അവറാച്ചൻ ആൻഡ് സൺസിൽ. അല്ല, ഞാൻ ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എങ്ങനെയായിരിക്കും ഈ ക്രൂവിനോടൊക്കെ. പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഷൂട്ടിംഗ് നമ്മൾ ഡയറക്ടറും കൂടെ ആയിരുന്നുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ലിസ്റ്റിൻ വേണ്ടത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. വളരെ ലിസ്റ്റിൻ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ഒരു കാര്യം ഞാൻ പറയാം. പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം കൊടുക്കും, ഒരു ജീവിതമാണ് കൊടുക്കുന്നത്. 23 വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ഇന്ന് തന്നെ ഇവിടെ നിർത്തുന്നത്. ഈ ജൂലൈ 4-ന് 22 വർഷമോ മൂസ ഇറങ്ങിയിട്ട് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകും. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു വിൻഡോ ഇറക്കുമ്പോൾ 10 കുടുംബങ്ങളുടെ അല്ലെങ്കിൽ 100 കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും. ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽവിയും വരില്ല. പിന്നെ ദിലീപിൻ്റെ കാര്യം, എനിക്കൊന്ന് മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള നടൻ ദിലീപാണ്. എൻ്റെ സുഹൃത്തായതുകൊണ്ടോ എൻ്റെ നായകനായതുകൊണ്ടോ പൊക്കി പറയുന്നില്ല, കണക്കുകൾ അതാണ് പറയുന്നത്. അത് മറക്കരുത്. സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറഞ്ഞ നായകനുണ്ട്. അത് ദിലീപ് അർഹിക്കുന്നതാണ്. അത് ഇനിയും ദിലീപ് എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേര് ഡെയിലി ദിലീപേട്ടനോടൊരു കഥ പറയാൻ പറ്റുമോ? എനിക്ക് ദിലീപിൻ്റെ അടുത്തോട്ട് വിടാൻ പേടിയാണ്. എടാ, ഇന്നലെ ഒരുത്തം വന്നൊരു കഥ പറഞ്ഞു, എന്തിനാ ജോലി എന്തിനാ? കാരണം ദിലീപിൻ്റെ ഇഷ്ടം എന്താ നമുക്കറിയാം. അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമാവില്ല. എന്തിനാ നമ്മൾ ഉള്ള കഞ്ഞി പാറ്റ അടിക്കുന്നത്? അപ്പം അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള, ഇന്നും നമുക്കറിയാം ചാനൽ തുറന്നാൽ ഒന്നെങ്കിൽ ദിലീപിൻ്റെ എന്താ പറയണ്ടേ എത്രയോ പടങ്ങൾ, ഷാഫ് ചെയ്ത പടങ്ങൾ, ഞാൻ ചെയ്ത പടങ്ങൾ, രാജോസ് ചെയ്ത പടങ്ങൾ, എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നോണ്ട്. തിളക്കമൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇവർ വന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് പറയുന്നു, ദിലീപ് ഇത് സൂപ്പർ ഹിറ്റ് സിനിമയായി. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ. ഇത് തന്ന ഹാരിസ് നന്നായിട്ട് എഴുതി, ബിൻഡു നന്നായിട്ട് എടുത്തു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ഷാരിസിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ ചിലപ്പോൾ ഷാരിസ് വന്നിട്ട് ചോദിച്ചിട്ടാ ആ സീൻ ചോദിച്ചിട്ട് ഇങ്ങനെ, അപ്പോൾ നമ്മൾ എനിക്കത് തോന്നുന്നു കർത്താവേ ഇതിങ്ങനെ ശരിയാവും. ഇപ്പം നമ്മളൊരു ഡോക്ടർ വന്നിട്ട് പറയാം, ഒരു ഡോക്ടറിൻ്റെ ഒരു പേഷ്യൻറ്റ് വന്നിട്ട് ചോദിക്കുക, കൊച്ചിന് പ്രശ്നമൊന്നുമില്ല, ചെറിയ വയറ്റ് വേദന ഉള്ളായിരിക്കും. അന്നാലും പേഷ്യൻറ്റ് എൻ്റെ കൊച്ചു രക്ഷപ്പെടുമോ ഡോക്ടർ? അപ്പോൾ നമുക്ക് ഡൗട്ടാവും, ദൈവമേ രക്ഷപ്പെടില്ലേ എന്ന് പറഞ്ഞാൽ ഷാരിസ് ചോദിച്ചോട്ടോ ചേട്ടൻ എനിക്ക് തന്നെ തോന്നും കർത്താവ് ഇനി ഞാൻ ചെയ്താൽ ശരിയാവോ? പിന്നെ ഈ സംശയം തീർത്തേയില്ല. ഞാൻ റിലീസ് കഴിഞ്ഞിട്ട് ഒന്നോടെ പോകും, ശരിയായോ എന്നുള്ളത്. അപ്പം ആ ഒരു അത്ര ഇതിനോടുള്ളവർ എന്നാ പറയേണ്ടത്, പ്രാണം കളഞ്ഞ് ഇതിനു വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത്, ഇത്രയും ഡെഡിക്കേഷൻ ഞാൻ ചാൾസ് അവരാജിൽ പോലും കണ്ടിട്ടില്ല. അതുപോലെ ബിൻഡോയുടെ പ്രശ്നം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ബിൻഡോയ്ക്ക് ആരും പിണക്കുന്ന ഇഷ്ടമല്ല. കേരള കോൺഗ്രസ്സുകാരനാ, ആരും ബിൻഡോ പിണക്കില്ല. അത് കൃത്യമായി നിൽക്കാൻ അറിയാവുന്ന കൂത്താട്ട് വളങ്ങാൻ ക്രിസ്ത്യാനി അല്ലേ? അപ്പം ഈ സിനിമ വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ റിയാസ് ദിലീപിൻ്റെ ഫാൻസിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം അതൊക്കെ ചങ്ക് കൊടുത്താണ് കൂടെ നിൽക്കുന്നത്. എനിക്കറിയാം, ഞാൻ അവരുടെ സേവനം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ ദിലീപിനൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു.